നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക സർക്കാർ പൂർണ്ണമായും നൽകുമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ പിടിയിലായത് 254 പേർ. നമസ്കാരം, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക പൂർണ്ണമായും നൽകുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും കുട്ടനാട് ഉൾപ്പെടെയുള്ള മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി കൈക്കൊണ്ടുവെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി.ആർ. അനിൽ നിയമസഭയിൽ വ്യക്തമാക്കി. 100 കിലോ നെല്ലിന് 68 കിലോ അരി സർക്കാരിന് കർഷകർ നൽകണം. ഗുണമേന്മ ഉറപ്പാക്കിയാണ് സർക്കാർ നെല്ല് സംഭരിക്കുന്നത്. 2.8 ലക്ഷം ടൺ നെല്ല് നടപ്പു വർഷം സംഭരിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ പിടിയിലായത് 254 പേർ. ലഹരിമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 5544 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായി പോലീസ് അറിയിച്ചു. വിവിധ തരത്തിലുള്ള നിരോധിത ലഹരിമരുന്ന് കൈവശം വെച്ചതിന് 243 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും അധികൃതർ വ്യക്തമാക്കി. സുനിത വില്യംസ് ഉൾപ്പെടെ ഭാഗമായ ക്രൂ 9 സംഘത്തിന്റെ മടക്കയാത്രയുടെ സമയം പുനഃക്രമീകരിച്ച് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ. മാർച്ച് 18 രാവിലെ 8:15 4 യാത്രികരും കയറിയ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിന്റെ വാതിലുകൾ അടയും. തുടർന്ന് 17 മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ശേഷം 19 പുലർച്ചെ 3:27 പേടകം ഭൂമിയിൽ ഇറങ്ങുക. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 1343 കേസുകളാണെന്നും 48,384 പേർ തട്ടിപ്പിനിരയായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു. 231 കോടിയുടെ തട്ടിപ്പാണ് നടന്നത്. ഇതിൽ 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറും. കേസിലെ മുഖ്യപ്രതികളെല്ലാം അറസ്റ്റിലായി. പ്രശസ്ത ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഇന്ന് വൈകിട്ട് 4:55 കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഹൃദയാഘാതമാണ് മരണകാരണം. വിമോചന സമരമാണ് ആദ്യ ചിത്രം. തമിഴ്, തെലുങ്കു, കന്നഡ ഭാഷകളിൽ നിന്നുള്ള ചിത്രങ്ങൾ അദ്ദേഹം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. തെറ്റായ വിവരങ്ങൾ നൽകിയതിന് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയ്ക്കെതിരെ CPI നേതാവ് പി. സന്തോഷ് കുമാർ MP രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകി. നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ കേരളത്തിന് നൽകാനുള്ള എല്ലാ കുടിശ്ശികയും കേന്ദ്ര സർക്കാർ നൽകിയെന്ന് 2025 മാർച്ച് 11 സഭയിലെ നടപടിക്കിടെ നദ്ദ അവകാശപ്പെടുകയും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതിന് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ പ്രസ്താവന വസ്തുതാപരമായി തെറ്റായിരുന്നു. മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടല്ല സർക്കാരിന്റേതെന്നും ലഹരി സാമൂഹിക വിപത്താണെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. ലഹരി സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും ഫലപ്രദമായ ബോധവൽക്കരണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ലഹരിക്കെതിരെ പ്രചാരണം നടത്തുന്നുണ്ട്. അതിനുദാഹരണമാണ് വിമുക്തി കേന്ദ്രമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് മലയോര മേഖലകളിൽ കനത്ത മഴയും കാറ്റും. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഴ ശക്തമാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവ ചത്തു. ദൗത്യത്തിനിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടിയ കടുവയെ വെടിവെച്ചിരുന്നു. കടുവയുടെ പിൻകാലിനാണ് മുറിവേറ്റത്. വെറ്റിനറി ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം കടുവയ്ക്ക് മയക്കുവെടി വെച്ച് കീഴ്പ്പെടുത്തിയത്. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് കടുവയെ കണ്ടെത്തിയത്. കനത്ത മഴയിൽ നിറഞ്ഞൊഴുകിയ ഓടയിൽ വീണ് ഒരാൾ മരിച്ചു. കോവൂർ സ്വദേശി ശശിയാണ് ഞായറാഴ്ച രാത്രി 8:30 ഓടയിൽ വീണത്. കോവൂർ MLA റോഡിൽ മണലേരി താഴത്തെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്ന ശശി അബദ്ധത്തിൽ കാൽ വഴുതി ഓടയിൽ വീഴുകയായിരുന്നു. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ സന്ദർശിക്കുക.